ഫ്രണ്ട്സ്, എല്ലാവരും PSC പഠിക്കുന്ന തിരക്കിലായിരിക്കുമല്ലേ. ഇന്ന് ചെറിയൊരു ടോപ്പിക് ഇടാം. പഴശ്ശി കലാപം. മലബാറിൽ നടന്ന ചെറുത്തുനിൽപ്പിന് നേതൃത്വം വഹിച്ച വ്യക്തിയാണ് പഴശ്ശിരാജ. നമുക്കറിയാം, മലബാറിൽ അന്ന് ബ്രിട്ടീഷുകാരുടെ ആധിപത്യമായിരുന്നു. ഈ ആധിപത്യത്തെ ചെറുത്ത് നിൽക്കാൻ പ്രധാനമായിട്ടും ചെറുത്ത് നിൽക്കാൻ നിന്ന വ്യക്തിയാണ് പഴശ്ശിരാജ. കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ് മുഴുവൻ പേര്. പഴശ്ശിരാജ, കൊട്ടിയോട്ട് രാജ എന്നൊക്കെ ബ്രിട്ടീഷ് രേഖകളിൽ അറിയപ്പെടുന്നു. കേരള സിംഹം എന്ന് സർദാർ KM പണിക്കർ വിശേഷിപ്പിച്ചു. യുദ്ധത്തെ സഹായിച്ച കുറിച്യ നേതാവാണ് തലക്കൽ ചന്തു. മരണം നടന്നത് 1805 നവംബർ 30. പഴശ്ശി സ്മാരകം മാനന്തവാടി, പഴശ്ശി മ്യൂസിയം കോഴിക്കോട്, പഴശ്ശി ഡാം കണ്ണൂർ. ഇതിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു? നികുതി പരിഷ്കരണമാണ്. പഴശ്ശി രാജാവിൻ്റെ കേന്ദ്രമാണ് പുരളിമല. ഒന്നാം പഴശ്ശി കലാപം നടന്നത് 1793 മുതൽ 1797 വരെ. മൈസൂർ നാട്ടുരാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് യുദ്ധം ചെയ്തത്. നായർ സമുദായക്കാരും മാപ്പിളമാരും ഗോത്രജനത എന്നിവരും ഇതിന് സഹായിച്ചു. ഇതിന് ഇടനിലക്കാരനായത് ചിറക്കൽ രാജാവാണ്. അതിനുശേഷമാണ് യുദ്ധം അവസാനിപ്പിച്ചത്. ഇനി രണ്ടാം പഴശ്ശി വിപ്ലവം 1800 മുതൽ 1805 വരെ. നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത്. പ്രധാന കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ കാരണമായതാണ്. അദ്ദേഹത്തിൻ്റെ യുദ്ധമുറ ഗറില്ല യുദ്ധമാണ്. അതിന് സഹായിച്ച ആദിവാസി വിഭാഗമാണ് കുറിച്യരും കുറുമ്പരും. പ്രധാനമന്ത്രി കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. സർവ്വസൈന്യാധിപനാണ് കൈതേരി അമ്പുനായർ. സഹായിച്ചവരാണ് ചെമ്പൻ പോക്കർ, കൈതേരി അമ്പുനായർ, തലക്കൽ ചന്തു, എടച്ചേന കുങ്കൻ നായർ, അത്തൻ കുരുക്കൾ. ഇതിൽ തലക്കൽ ചന്തുവും എടച്ചേന കുങ്കനുമാണ് 1802 പനമരം കോട്ട പിടിച്ചെടുത്തത്. തലക്കൽ ചന്തു സ്മാരകം പനമരത്താണ്. മലബാറിലെ സബ് കളക്ടറാണ് തോമസ് ഹാർവേ പേപ്പർ. ഇതടച്ചുമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാരാണ് കേണൽ ആർതർ വെല്ലെസ്ലി, ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നു. അടിച്ചമർത്താൻ 1200 പേരടങ്ങിയ പോലീസുകാരുടെ പ്രത്യേക സേനയാണ് കോൽക്കാർ. 1805 നവംബർ 30 പഴശ്ശിരാജ വധിക്കപ്പെട്ടു. മാവിലന്തോട് വെച്ചാണ് അദ്ദേഹത്തെ വധിച്ചത്. കേരളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമ സംവിധാനം ചെയ്തതാരാണ്? ഹരിഹരനാണ്. തിരക്കഥ MT വാസുദേവൻ നായർ. പഴശ്ശി സ്മാരകങ്ങൾ എന്ന പുസ്തകം രചിച്ചതോ KN കുറുപ്പ്. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന ബുക്ക് എഴുതിയത് മുണ്ടക്കയം ഗോപിയാണ്. കേരള സിംഹം എന്ന ചരിത്ര നോവൽ എഴുതിയത് സർദാർ KM പണിക്കർ. പഴശ്ശി ഗുഹ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. പഴശ്ശി കോളേജ് പുൽപ്പള്ളി, പഴശ്ശി NSS കോളേജ് മട്ടന്നൂർ. ഇനി കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ് പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ ആദ്യത്തേതും വലുതുമായ കറുവാത്തോട്ടമുള്ളത്. P. കുഞ്ഞിരാമൻ നായർ രചിച്ച പുള്ളിമാനും പഴശ്ശിയും എന്ന കൃതിയിൽ പരാമർശിക്കുന്നത് രാജയാണ്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിൻ്റുകൾ. പ്രധാനപ്പെട്ട വർഷങ്ങൾ, അതിന് സഹായിച്ച വ്യക്തികൾ, പ്രധാനപ്പെട്ട ഒന്നാം പഴശ്ശി കലാപം, രണ്ടാം പഴശ്ശി കലാപം, അതിന് എന്തായിരുന്നു കാരണം, അതിൻ്റെ പ്രധാനപ്പെട്ട സഹായിച്ച വ്യക്തികൾ, പിന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള കൃതികളും എഴുത്തുകാർ എന്നിവയൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യുക. പിന്നെ പഴശ്ശി സ്മാരകം മാനന്തവാടി, പഴശ്ശി മ്യൂസിയം കോഴിക്കോട്, പഴശ്ശി ഡാം കണ്ണൂർ, പഴശ്ശി ഗുഹ മലപ്പുറം എന്നീ കാര്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ ചെറിയ ചെറിയ പോയിൻ്റുകളായിട്ടൊക്കെ തന്നിട്ടുള്ളൂ. ചെറിയൊരു ഭാഗമാണ്. ഇതുപോലത്തെ ആദ്യത്തെ യുദ്ധങ്ങളൊക്കെ കുറച്ച് വേഗം പഠിച്ചെടുക്കാൻ പറ്റുന്നവയാണ്. അതൊക്കെ വേഗം നോട്ട് ചെയ്ത് നന്നായിട്ട് പഠിക്കുക എല്ലാവരും. അപ്പോൾ മറ്റൊരു ക്ലാസ്സായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.